49-ാം ഓവറിന്റെ അവസാന ബോളിൽ രവീന്ദ്ര ജഡേജയുടെ ബാറ്റിൽ നിന്നൊരു പുൾ ഷോട്ടിലൂടെ പന്ത് ബൗണ്ടറി ലൈൻ കടക്കുമ്പോൾ ഗാലറിയിൽ കാണികളുടെ ആർത്തിരമ്പം, സന്തോഷത്തിന്റെ നിമിഷം, ആവേശത്തിന്റെയും ആഘോഷത്തിന്റെയും നിമിഷങ്ങൾ. ഹായ്, നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് സ്വാഗതം. അങ്ങനെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്ത്യൻ ടീം ചാമ്പ്യൻസ് ട്രോഫി ചാമ്പ്യന്മാരായിരിക്കുന്നു. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ കിവികളുടെ വെല്ലുവിളി മറികടന്നുകൊണ്ടാണ് ഇന്ത്യ ചാമ്പ്യന്മാരായത്. കളിച്ച ഒറ്റ മത്സരം പോലും പരാജയം അറിയാതെയാണ് ഇന്ത്യ ചാമ്പ്യന്മാരായി ജയിച്ചു കയറുന്നത്. ഇന്ന് വളരെ ഒരു ഈസിയായ മത്സരമായിരുന്നില്ല, ഈസിയായ ഒരു ഫൈനൽ ആയിരുന്നില്ല. ശക്തമായ വെല്ലുവിളി ന്യൂസിലാൻഡ് ഉയർത്തിയിരുന്നു ഇന്ത്യക്കെതിരെ. ടോസ് ലഭിച്ച് ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ന്യൂസിലൻഡിനെ ഇന്ത്യ സ്പിന്നർമാരുപയോഗിച്ച് വരച്ച വരയിൽ നിർത്തി. സെമി ഫൈനൽ മത്സരത്തിൽ ഓസ്ട്രേലിയക്ക് എന്താണോ സംഭവിച്ചത് അതുതന്നെയാണ് ഇന്ന് ന്യൂസിലൻഡിനും സംഭവിച്ചത്. സെമിയിൽ ടോസ് ലഭിച്ച ഓസ്ട്രേലിയ ബാറ്റിംഗ് തെരഞ്ഞെടുത്തിരുന്നു. പക്ഷേ ഇന്ത്യ 263 ഓസ്ട്രേലിയ എറിഞ്ഞിട്ടു. അന്ന് മുന്നിൽ നിന്ന് പട നയിച്ചത് മുഹമ്മദ് ഷമി ആയിരുന്നെങ്കിൽ ഇന്ന് സ്പിന്നർമാരുടേതായിരുന്നു. തീർച്ചയായിട്ടും ഇന്നത്തെ ആ പിച്ചിന്റെ രീതി സ്പിന്നർമാർക്ക് അനുകൂലമായിരുന്നു. ഇരു ടീമുകളിലും ഇന്ന് മത്സരത്തിന്റെ ഭൂരിഭാഗം ഓവറുകൾ എറിഞ്ഞു തീർത്തത് സ്പിന്നർമാർ തന്നെയായിരുന്നു. ന്യൂസിലാൻഡ് ഉയർത്തിയ 251 എന്ന റൺസ് വെല്ലുവിളി ഏറ്റെടുത്ത് ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് പട നയിച്ചപ്പോൾ വളരെ അനായാസം വിജയത്തിലേക്ക് പോകും എന്ന് തോന്നിച്ച ഘട്ടമായിരുന്നു. ഇന്ത്യ 100 പിന്നിട്ടത് വിക്കറ്റ് നഷ്ടം കൂടാതെയായിരുന്നു. ഗില്ലും രോഹിത് ശർമ്മയും നല്ലൊരു പ്രകടനമാണ് തുടക്കത്തിൽ ഇന്ത്യക്ക് വേണ്ടി കാഴ്ചവെച്ചത്. എന്നാൽ ഗില്ലിന്റെ വിക്കറ്റ് സാറ്റ്നറുടെ ബൗളിങ്ങിൽ ഒരു അസാധാരണമായ ക്യാച്ച്, ഫിലിപ്സിന്റെ ആ ഒരു ഫീൽഡിംഗ് പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഈ ടൂർണമെന്റിലുടനീളം നമുക്ക് അറിയാൻ കഴിയും അദ്ദേഹം എടുത്ത ക്യാച്ചുകളെല്ലാം അസാധാരണമായ ക്യാച്ചുകൾ, അത്ഭുതപ്പെടുത്തുന്ന ക്യാച്ചുകൾ തന്നെയായിരുന്നു. ഫിലിപ്സിന്റെ ആ ഒരു ഫീൽഡിംഗ് മികവ് തന്നെയാണ് ന്യൂസിലാൻഡിനെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ആ ഒരു ക്യാച്ചിൽ കിട്ടിയ ഒരു ഇമ്പാക്റ്റ് അത് മുതലെടുത്തുകൊണ്ട് തുടരെ വിക്കറ്റുകൾ നേടിയെടുക്കാൻ ന്യൂസിലാൻഡ് ഉത്സാഹിച്ചു. പുതിയ ബാറ്റ്സ്മാനായി എത്തിയ വിരാട് കോഹ്ലി, ടൂർണമെന്റിലുടനീളം ടീമിന് വേണ്ടി നല്ല പ്രകടനം കാഴ്ചവെച്ച വിരാട് കോഹ്ലി പക്ഷേ ഒരു റൺസ് എടുത്തപ്പോഴേക്ക് അദ്ദേഹം LBWയിൽ കുടുങ്ങി പുറത്താവുകയായിരുന്നു. പിന്നീട് കുറച്ച് സമ്മർദ്ദത്തിലേക്ക് ഇന്ത്യൻ ടീം എത്തിപ്പെട്ടു എന്നത് വസ്തുതയാണ്. അവിടുന്ന് അങ്ങോട്ട് സ്പിന്നർമാർ കളം മാഴുന്ന രംഗമാണ് കാണുന്നത്. തൊട്ടടുത്ത് തന്നെ രോഹിത് ശർമ്മയും പുറത്തായി 3 വിക്കറ്റുകൾ നഷ്ടമായി സമ്മർദ്ദത്തിലേക്ക് ഇന്ത്യൻ ടീം പോകുമെന്ന് തോന്നിച്ചപ്പോൾ ഇതുവരെയും കാത്ത് സംരക്ഷിച്ച മധ്യനിര ഇന്നും ആ പ്രകടനം, അക്സർ പട്ടേലിന്റെ ആ ഒരു ബാറ്റിംഗ് പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഓരോ മത്സരങ്ങളിലും മധ്യനിരയിൽ വന്ന് വിക്കറ്റ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു ഇന്നിങ്സ് കെട്ടിപ്പടുക്കുന്ന ആ ഒരു പ്രകടനം അത് ഇന്ത്യൻ ടീമിന് മുതൽക്കൂട്ടാണ്. അക്സർ പട്ടേലിന്റെ ഭാവി ഭദ്രമാക്കുന്ന പ്രകടനം തന്നെയായിരുന്നു ഈ ടൂർണമെന്റിലുടനീളം അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് മെല്ലെപ്പോക്കിന്റെ കാര്യത്തിൽ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നൊരു കളിക്കാരനാണ് രാഹുൽ. KL രാഹുൽ ഇന്നെന്ന് മാത്രമല്ല ഈ ടൂർണമെന്റിലുടനീളം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരു ഫിനിഷറെ തേടിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് രാഹുലിലൂടെ ഒരു പുതിയ ഫിനിഷർ സംഭവിച്ചിരിക്കുന്നു, ഉടലെടുത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ. ചാമ്പ്യൻസ് ട്രോഫി നേടുന്നതിൽ നിർണായക പങ്ക് മധ്യനിരക്കുണ്ടായിട്ടുണ്ട്, എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണത്. അതുപോലെ തന്നെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നാൽ ഒന്നിനൊന്ന് മികച്ച രീതിയിൽ പന്തെറിയുന്ന ഓരോ ബൗളേഴ്സും. മറ്റൊരു കാര്യം, ഇന്ന് മത്സരം നടക്കുന്നത് ദുബായിലാണെങ്കിലും ഇന്ത്യയിൽ നടക്കുന്നതിനേക്കാൾ അപ്പുറമാണ് ഗാലറിയിൽ ഗ്രൗണ്ട് സപ്പോർട്ട് ഇന്ത്യക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അത് ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരത്തിൽ തുടങ്ങിയ ആ ഗ്രൗണ്ട് സപ്പോർട്ട് ഫൈനലിൽ ഇന്ന് ന്യൂസിലൻഡിനെതിരെ വരെ. അതുകൊണ്ട് തന്നെയാണ് രോഹിത് പറഞ്ഞത് നമുക്ക് സ്വന്തം ഹോം ഗ്രൗണ്ടിനേക്കാൾ ഉപരി പ്രിയപ്പെട്ടതായി മാറി എന്ന് വെച്ചാൽ അത്രയ്ക്കുണ്ടായിരുന്നു ഗ്രൗണ്ട് സപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നമ്മൾ നമ്മുടെ സപ്പോർട്ടേഴ്സിന് കൊടുക്കുന്നു, കാണികൾക്ക് കൊടുക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ടൂർണമെന്റിലെ ടോപ്പ് സ്കോററായി സച്ചിൻ രവീന്ദ്രയാണ് 267 റൺസ്. രണ്ടാം സ്ഥാനത്തുള്ളത് ഇന്ത്യയുടെ ശ്രേയസ് അയ്യർ 20 റൺസ് ഡിഫറൻസിൽ 247. ആദ്യ 10 പോലും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സെഞ്ചുറി അടിക്കുകയും ഇന്ന് ഇന്ത്യക്കെതിരെ 39 റൺസ് നേടുകയും ചെയ്തതോടുകൂടിയാണ് അദ്ദേഹം 1-ാം സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടത്. ഏറ്റവും കൂടുതൽ ബൗണ്ടറി നേടിയിട്ടുള്ള താരവും സച്ചിൻ രവീന്ദ്രയാണ്. ഏറ്റവും കൂടുതൽ 6 അടിച്ച താരം ഫിലിപ്സ് ആണ്. 8 സിക്സുകൾ. ഫിലിപ്സ്, അസ്മത്തുള്ള 2 താരങ്ങൾ. അഫ്ഗാനിസ്ഥാൻ മറ്റു ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ തുടക്കത്തിലെ പറഞ്ഞിരുന്നു. അഫ്ഗാനിസ്ഥാൻ കറുത്ത കുതിരകളാകുമെന്ന്. അവർ ഗ്രൂപ്പ് ഘട്ടം കടന്നില്ലെങ്കിലും ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അത്ഭുതം സൃഷ്ടിച്ചു. അന്ന് 177 റൺസ് നേടിയ ഇബ്രാഹിം, അദ്ദേഹം തന്നെയാണ് ടൂർണമെന്റിലെ ഹൈ സ്കോറർ, 177. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയിട്ടുള്ളത് മാറ്റ് ഹെൻറിയാണ്. ന്യൂസിലൻഡിന്റെ 10 വിക്കറ്റുകൾ. തൊട്ടടുത്ത് നിൽക്കുന്ന 9 വിക്കറ്റുകൾ നേടിയിട്ടുള്ള ചക്രവർത്തി, മുഹമ്മദ് ഷമി തുടങ്ങിയ താരങ്ങളാണ്.
അസ്മത്തുള്ള. അഫ്ഗാനിസ്ഥാൻ്റെ 2 താരങ്ങളാണ് ഈ ടൂർണമെൻറ്റിൽ നേട്ടമുണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് ഇബ്രാഹിം, മറ്റൊന്ന് അസ്മത്തുള്ള. ഒറ്റ മത്സരം പോലും പരാജയപ്പെടാതെ ഇന്ത്യ ചാമ്പ്യന്മാരാകുമ്പോൾ ടീം വർക്കിൻ്റെ വിജയം എന്ന് വേണം ഇതിനെക്കുറിച്ച് പറയാൻ. അതുപോലെ തന്നെ കോച്ച് ഗംഭീറിൻ്റെ സാന്നിധ്യം അത് വളരെ വിലപ്പെട്ടു തന്നെയാണ്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഇന്ന് ഫൈനലിൽ മുന്നിൽ നിന്ന് പട്ടം നയിച്ച നായകൻ എന്നായിരിക്കും അദ്ദേഹത്തെ ഈ ചാമ്പ്യൻസ് ട്രോഫി നേടിയതിലൂടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത്. അതിലൊരു സംശയവുമില്ല. അതുപോലെ തന്നെ വിരാട് കോഹ്ലി ഫൈനലിൽ നിറം മങ്ങിയെങ്കിലും വളരെ മികച്ച പ്രകടനമാണ് ഫൈനലിൽ ഇന്ത്യയെ എത്തിക്കുന്നതിൽ അദ്ദേഹം കാഴ്ചവെച്ചത്. മുഹമ്മദ് ഷമി, അക്സർ പട്ടേൽ, രവീന്ദ്ര ജഡേജ, ശ്രേയസ് അയ്യർ, KL രാഹുൽ തുടങ്ങി എല്ലാ താരങ്ങളും ടീം വർക്കിൻ്റെ വിജയം. മറ്റൊന്നും ഇല്ല ഈ വിജയത്തെക്കുറിച്ച് പറയാൻ. ടീം വർക്ക്, ടീം ഇന്ത്യ. മറ്റു വിശേഷങ്ങളുമായി ഇനിയും കാണാം. തൽക്കാലം വിട പറയുന്നു. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗുഡ് ബൈ.